കോൺഗ്രസിന്റെ പകുതിയിലധികം സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. സിറ്റിംഗ് സീറ്റുകളിലെയും ഒറ്റപ്പേരുകൾ ഉയർന്ന സീറ്റുകളിലെയും പ്രഖ്യാപനം ഉടൻ നടക്കും. കെ ബാബുവും രാഹുൽ മാങ്കൂട്ടത്തിലും ഒഴികെയുള്ള എല്ലാ കോൺഗ്രസ് MLA-മാരും വീണ്ടും മത്സരിക്കും. അമൽ തേനമ്പറമ്പനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അമൽ, ഗുഡ് മോർണിംഗ്. സാധാരണ രീതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് ഈ തീരുമാനം വരുന്നതിന് മുമ്പ് ഒരു അടിപതിവുണ്ട്. അതൊന്നും ഇല്ലാതെ തന്നെ മിക്കവാറും എല്ലാ MLA-മാരും സ്ഥാനാർത്ഥികളാകുമെന്ന് പറയുമ്പോൾ വലിയ സംശയങ്ങളൊന്നുമില്ല. 2 സീറ്റുകളുടെ കാര്യം മാത്രം തീരുമാനിച്ചാൽ മതി. അപ്പോൾ അതായത് കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടി വലിയ അടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി അധികാരമില്ലാതിരുന്നാൽ എന്ത് പരിതാപകരമായിരിക്കും അവസ്ഥ എന്ന് നേതാക്കൾക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് വലിയ തർക്കത്തിലേക്കൊന്നും പോകുന്നില്ല. ആദ്യഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ സിറ്റിംഗ് സീറ്റുകളിൽ തൃപ്പൂണിത്തുറയിൽ കെ ബാബു മത്സരത്തിലില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞ് കെ ബാബു മാറി നിൽക്കുകയാണ്. പിന്നെയുള്ളത് പാലക്കാട് സീറ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിവാദമൊക്കെ ബന്ധപ്പെട്ട് രാഹുലിന് പകരം മറ്റൊരാളെ അവിടെ കണ്ടെത്തേണ്ടതുണ്ട്. അതിപ്പോൾ രമേഷ് പിഷാരടി എന്നുള്ള തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ഒരു അന്തിമ ധാരണയായിട്ടില്ല. മറ്റു ചില പേരുകൾ കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ 2 സീറ്റുകൾ ഒഴികെ ബാക്കി സീറ്റുകൾ പ്രഖ്യാപനം നടത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് ഇതുവരെയും പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ് ഏക പ്രതിസന്ധി. പിന്നെ കുറേയധികം സീറ്റുകളിൽ കൂടി ധാരണയായിട്ടുണ്ട്. ഏകദേശം പകുതിയോളം വരുന്ന സീറ്റുകളിൽ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള സീറ്റുകളിൽ 1, 2, 3 പരമാവധി 3 പേരുകൾ അതിലേക്ക് ചുരുക്കാൻ ഒരു ചുരുക്കപ്പട്ടിക ഉണ്ടാക്കാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ടുള്ള ചർച്ചകളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും സ്ക്രീനിംഗ് കമ്മിറ്റി തുടരുകയാണ്. അപ്പോൾ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ബാക്കി ഉള്ള സീറ്റുകളിൽ കൂടി ഒറ്റപ്പേരിലേക്ക് അല്ലെങ്കിൽ പരമാവധി 3 പേര് പേര് ഡൽഹിയിലേക്ക് അയക്കാനുള്ള തീരുമാനമാണ് ഉണ്ടാകുന്നത്. ഡൽഹിയിലേക്ക് പോകുന്നത് 3 പേരുടെ പട്ടികയായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള തീരുമാനങ്ങളൊക്കെ ഡൽഹിയിൽ നിന്നാണ്. പ്രഖ്യാപനം വരേണ്ടത് അവിടെ നിന്നുമാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ നാളെ മുതൽ സ്ഥാനാർത്ഥിയായി രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു പ്രതിസന്ധി നിലനിൽക്കുന്നു. എന്ന് തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെയും ഉണ്ടാകുന്നില്ല. തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ ഒരു സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതിനാൽ തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇങ്ങനെ വൈകിപ്പോകുന്നത് എന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഈ സിറ്റിംഗ് സീറ്റുകളും അതോടൊപ്പം തന്നെ ധാരണയായ സീറ്റുകളും എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാം. പക്ഷേ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ ഈ സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങി കളിക്കണമല്ലോ. അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള ചില പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയധികം ദിവസം ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അത് പ്രഖ്യാപിക്കാത്തത് എന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ സിറ്റിംഗ് സീറ്റുകളിലെല്ലാം ഈ 2 സീറ്റുകൾ ഒഴികെ ബാക്കി മുഴുവൻ സ്ഥലങ്ങളിലും നിലവിലെ MLA-മാർ തന്നെ മത്സരത്തിനിറങ്ങും. അവരെല്ലാം ഇതിനോടകം തന്നെ പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അധികം വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം. CPM-ൻ്റെ കാര്യത്തിലും CPI-യുടെ കാര്യത്തിലുമൊക്കെ ഒരു ഏകദേശ ധാരണ എല്ലാ സീറ്റുകളുടെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അവർ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു പരാതിയായി നിലനിൽക്കുകയാണ്. എന്തായാലും വേഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കളത്തിലേക്ക് ഇറങ്ങാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ്സുകാരെല്ലാം ഉള്ളത്. ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്.